നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇനി മുതൽ വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങൾക്കും പ്രാതിനിധ്യമുണ്ടാകും. ചരിത്രപരമായ ബില്ലാണ് പാർലമെന്റിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. മൂന്നാം തവണ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി തന്റെ നിലപാടിൽ കടുകിട വ്യതിയാനമില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. മുത്തലാഖ് നിയമത്തിന് ശേഷം മറ്റൊരു സുപ്രധാനമായ ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നു. വഖഫ് ബോർഡുകളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ ഇന്ന് അവതരിപ്പിക്കുമെന്നുള്ള തീരുമാനങ്ങളാണ് പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ വാർത്തകൾ പുറത്തു വരികയാണ്. മറ്റൊരു സുപ്രധാനമായ നീക്കവുമായി, ഞെട്ടിപ്പിക്കുന്ന നീക്കവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു. ഒരു സ്വത്തിനെ വഖഫായി പ്രഖ്യാപിക്കാനുള്ള അധികാരം ഇതിലൂടെ ബോർഡിന് നഷ്ടപ്പെടും. അത്തരത്തിലുള്ള ഭേദഗതി ബില്ലാണ് ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഇതോടുകൂടി സ്ത്രീകൾക്ക്, മുസ്ലിം OBC-കൾക്ക്, ഷിയകൾക്ക്, സുന്നികൾക്ക്, ബോറകൾക്ക് തുടങ്ങി നിരവധി പേർക്ക് വഖഫ് ബോർഡുകളിൽ പ്രാതിനിധ്യം ലഭിക്കും. കഴിഞ്ഞ കുറെ കാലങ്ങളായി കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഈ വർഷകാല സമ്മേളനത്തിൽ തന്നെ ബിൽ അവതരിപ്പിക്കുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇന്നോ നാളെയോ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. 1995 വഖഫ് നിയമത്തിൽ സമ്പൂർണമായ പരിഷ്കരണം വരുത്തിക്കൊണ്ടുള്ള ബില്ലാണ് പുതിയതായി ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. 1995 പ്രാബല്യത്തിൽ വന്ന പ്രിൻസിപ്പൽ ആക്ടിൽ വഖഫ് എന്ന വാക്കിന് പകരമായി ഏകീകൃത വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്നായിരിക്കും പുതിയ ബില്ലിൽ വ്യക്തമാക്കുക. പുതിയ ബില്ലിൽ മറ്റു ചില പരിഷ്കാരം കൂടി കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതായത് വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ചില ഭേദഗതികൾ പുതിയ ബില്ലിൽ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. പുതിയ ബില്ല് പ്രകാരം ഈ നിയമം ആരംഭിക്കുന്നതിന് മുൻപോ ശേഷമോ വഖഫ് സ്വത്തായി തിരിച്ചറിയുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും സർക്കാർ സ്വത്ത് വഖഫ് സ്വത്തായി കണക്കാക്കില്ല എന്നുള്ള ഏറ്റവും നിർണായകമായ ഒരു ഭേദഗതിയാണ് പുതിയ വഖഫ് ഭേദഗതി നിയമത്തിൽ ബില്ലിൽ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിലവിൽ ഒരു സ്വത്തിനെ വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കാനുള്ള പൂർണ്ണമായ അധികാരം വഖഫ് ബോർഡുകൾക്കാണുള്ളത്. എന്നാൽ ഇനി പരിഷ്കരണം മൂലം അത്തരമൊരു അധികാരം ബോർഡിന് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഒരു സർക്കാർ സ്വത്തുക്കളും ഇനി മുതൽ വഖഫ് സ്വത്തുക്കളായി ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് ഈ വഖഫ് ഭേദഗതി നിയമം സാക്ഷ്യപ്പെടുത്തുന്നു. അതുമാത്രവുമല്ല, അമുസ്ലിങ്ങൾക്കും സ്ത്രീകൾക്കും അടക്കമുള്ളവർക്ക് വഖഫ് ബോർഡുകളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. വഖഫ് ബോർഡുകളെ സംബന്ധിച്ച് ഏറ്റവും ചരിത്രപരമായ ഒരു പരിഷ്കരണം തന്നെയാണ് ഈ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ബില്ല് ബുധനാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.